മൺസൂൺ ഓഫർ. ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് ടെസ്റ്റുകൾക്ക് 150 രൂപ മാത്രം. ലാബ്സ് MHL, എറിയാട്, കാര, അസ്മാബി കോളേജ്. കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു. നഗരസഭാ ഇലക്ഷന് പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനും സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു. പുനഃസംഘടിപ്പിച്ച മണ്ഡലം ഭാരവാഹികൾക്കും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് പ്രസിഡന്റുമാർക്കും BLAമാർക്കും ക്യാമ്പിൽ സ്വീകരണം നൽകി. സമാപന യോഗം DCC ജനറൽ സെക്രട്ടറിയും കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റുമായ TM നാസർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV രമണൻ അധ്യക്ഷത വഹിച്ചു. BLA സംസ്ഥാന ട്രെയിനറായ CJ ദാമു മാസ്റ്റർ ക്ലാസ് എടുത്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മൊഹീദ്ദീൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OA ജനീഷ്, PU സുരേഷ് കുമാർ, IK ഗോവിന്ദൻ, KG മുരളീധരൻ, ദിൽഷൻ കൊട്ടേക്കാട്ട്, KN സജീവൻ, P ദിലീപ് ഖാദി, KP സുനിൽകുമാർ, EV സജീവൻ, KK ചിത്രബാനു, നിഷാഫ് കുര്യാപ്പള്ളി, KKP ദാസൻ, ഹക്കീം ഇക്ബാൽ, ജോളി ഡിൽഷൻ, ശ്രീദേവി വിജയകുമാർ, സനിൽ സത്യൻ, സുനിൽ കളരിക്കൽ എന്നിവർ സംസാരിച്ചു. ഈ കഴിഞ്ഞ വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എക്സ്പെൻഡിച്ചറിന്റെ പട്ടിക പുറത്തു വരുമ്പോൾ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാനങ്ങളിൽ 108-ാമതോ 9-ാമതോ നിൽക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. എന്ന് വെച്ചാൽ ഭരണപരമായി വളരെ പരാജയപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി സംവിധാനമാണ്. പണം ചെലവഴിക്കാൻ പോലും സാധ്യത 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇടതുപക്ഷമാണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ ഭരണമാണല്ലോ ഈ മുനിസിപ്പാലിറ്റിക്ക്, ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരാണല്ലോ അതിന്റെ മുഴുവനായി നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഈ മുനിസിപ്പാലിറ്റി ഏറ്റവും അവസാനത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ഭരണസമിതി തികഞ്ഞ പരാജയമാണ്. ആ മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതിപക്ഷം അത് ഇന്ന് അവിടെ ഒറ്റയാളായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ആണ്. അത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തകർ മാറി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെയും വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചോദിക്കുന്നു.